ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് ഞാൻ ചില വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറേ കാലം വരെ കേടുകൂടാണ്ട് നിൽക്കും കേട്ടോ. എന്തായാലും ഒരാഴ്ചൻ്റെ മേലെ എന്തായാലും ഈ മല്ലിയിലയും കറിവേപ്പിലയും അതൊക്കെ ഒരു കേടുമില്ലാണ്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്. താഴത്തും മേലെയായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചാൽ മതി. അതിൻ്റെ ആ ഒരു ഈർപ്പവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നിൽക്കുമ്പോൾ അന്ന് പെട്ടെന്ന് ചീന പോലെ ആയി പോവാം. ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. ഞാനെല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറുണ്ടാക്കാൻ എന്തോ ഒരു പൂതി, സാധാ ചോറും നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് കറിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറുവ റൈസ് കേട്ടോ ചോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. അപ്പോൾ ചോറ് ആവുന്ന ടൈമിൽ നമുക്ക് കറിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ മത്തി കണ്ടപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കാൻ എന്തോ ഒരു പൂതി. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ ആക്കുമ്പോൾ മീൻ കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടി കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മത്തി എങ്ങനെ വെക്കാമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ എന്താ പറയുക തേങ്ങ അരച്ച് വെക്കാത്തവരാണെങ്കിൽ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലോട്ട് ഒരു ഉള്ളിൻ്റെ പകുതി, സവാളിൻ്റെ പകുതി മാത്രം കട്ട് ചെയ്തിട്ട് ചെറിയ സവാള കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം കുട്ടികൾ എന്തായാലും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ചോറ് കഴിക്കൂല കേട്ടോ. അവർ ചായ മാത്രമേ കുടിക്കൂ. അപ്പോൾ പിന്നെ അവരെന്തായാലും കഴിക്കൂല. അതുകൊണ്ട് ഞാൻ പിന്നെ രാത്രിയും മീൻകറി അങ്ങനെ കഴിക്കലില്ല. പിന്നെ കുറച്ച് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ പിറ്റേന്നും ചൂടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ മീൻകറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വറ്റിച്ചിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ പിന്നെ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു ഓയിലിൽ കിടന്നിട്ട് തന്നെ അതിൻ്റെ ഒരു പച്ച മണക്കം മാറുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പുളിവെള്ളത്തിലൊക്കെ കിടന്നിട്ട് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതിലോട്ട് മത്തി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഈ ഒരു പുളിവെള്ളത്തിൽ തന്നെ നല്ല വെന്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങൻ്റെ അരപ്പ് ചേർത്തല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ആക്കി നോക്കിക്കോ. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ആ ഒരു പുളിയൊക്കെ ഒഴിച്ചതല്ലേ ആ ഒരു ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് വരും കേട്ടോ. ഈ വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് തേങ്ങയില്ലേ അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കുക കേട്ടോ. ഇനി തേങ്ങേൻ്റെ അരപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകിന് അത്ര എരിവില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഒന്നും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഈ കറി ഇതൊന്നും ആർക്കാ അറിയാത്തതെന്ന്. ഞാൻ വെറുതെ ഉണ്ടാക്കിയപ്പം പിന്നെ ഒന്ന് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എണ്ണയിൽ തന്നെ ഇട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ പിന്നെ ഓർത്ത് അത് ചേർക്കാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടേബിൾ സ്പൂണോളം ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഞാൻ കുറച്ച് കല്ലുമ്മക്കായ് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ രാവിലെ കുളിക്കുന്ന മുന്നേ തന്നെ കല്ലുമ്മക്കായൊക്കെ നന്നായി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടും. അതുപോലെ തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങലരി വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ബബിൾസ് വരൂലേ ആ ടൈമിൽ അരി ഇട്ടിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് 1 കപ്പ് തേങ്ങയും അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂണ് വലിയ ജീരകം പെരിഞ്ജീരകമില്ലേ അതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
മിക്സിയിൽ അരച്ചാൽ മതി. ഇനി ഇതിൽ അപ്പോൾ അത് കട്ടിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ മാവാക്കി കഴിഞ്ഞാൽ. ഇനി ഇത് കല്ലുമ്മക്കായിൽ നന്നായിട്ട് തന്നെ നിറച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. ഇതൊക്കെ ഞാൻ വൈകുന്നേരം കേട്ടോ ചെയ്യുന്നത്. ഒരു 4 മണിക്കൊക്കെയാണ് ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. ഇതൊരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചിലയിടത്ത് തലശ്ശേരി ഭാഗത്തൊക്കെ ഈ തൊലി കളയാതെയല്ലേ പൊരിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾ തൊലി കളഞ്ഞിട്ടാട്ടോ പൊരിച്ചെടുക്കാം. ഇനി ഇത് മുളകും ഉപ്പും അതുപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് നോർമൽ വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് അതിൽ കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു കുറച്ച് തിക്കിൽ കലക്കിയെടുക്കാം കേട്ടോ. ഒരു മുളകും ഉപ്പും വെളുത്തുള്ളിയും കൂടിയിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് അത് നല്ല ടേസ്റ്റാവും. എന്നിട്ട് അതിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ഫ്രൈങ് പാനിൽ, കുറച്ച് പഴയ ഫ്രൈങ് പാൻ എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ വേഗം മോശമായി പോകില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊരിക്കാൻ അങ്ങനെയുള്ള ഫ്രൈ പാനായിട്ട് എടുക്കൽ, തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായും ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് തന്നെയാട്ടോ ഡിന്നറിനും കഴിക്കുക. പെട്ടെന്ന് വേറെ ഫില്ലാകുന്ന സംഭവമല്ലേ. 2-3 കഴിച്ചാൽ തന്നെ പിന്നെ രാത്രിത്തെ ഫുഡ് വേണമെന്നേ തോന്നൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.